ടു സ്വപ്നാസ് ഫുഡ് വേൾഡ്. ഇന്ന് ഞാനൊരു ഈസി റെസിപ്പി എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും എൻ്റെ അടുത്ത് പറയാറുള്ള ഒരു കാര്യമാണ്. ഞാൻ വളരെ സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പീസാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഫോളോ ചെയ്യാൻ എളുപ്പമാണെന്ന് പറയാറുണ്ട്. കാരണം നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കുമ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പികളായിരിക്കും ഉണ്ടാക്കുക അല്ലെ. പെട്ടെന്ന് ഉണ്ടാക്കുന്നതും കുറേ ജോലികളൊക്കെ ഉള്ളപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെപ്പോഴും ഉണ്ടാക്കുക ഈസി ആയിട്ടുള്ള റെസിപ്പികളായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചപ്പാത്തിക്കും ദോശയ്ക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ, നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ് പനീർ കുറുമ. നമുക്ക് വെജിറ്റബിൾ കുറുമയൊക്കെ നമുക്ക് നമ്മുടെ നാടൻ ടേസ്റ്റിലുണ്ടാകും അല്ലേ. അതുപോലെ തന്നെ അതിനേക്കാൾ ഈസിയാണ് പനീറിൻ്റെ കുറുമ ഉണ്ടാക്കാൻ. പനീർ ഉണ്ടാക്കാൻ അറിയില്ല അല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടില്ല എന്നുള്ള പ്രശ്നം കാരണം മാത്രം നിങ്ങൾ അത് ഉണ്ടാക്കാതിരിക്കരുത്. കാരണം പനീർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി, ഒരു 5 മിനിറ്റിൽ എങ്ങനെ പനീർ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ 1 ലിറ്റർ പാലുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പനീർ. അപ്പോൾ ആ പനീർ വെച്ചിട്ട് നമുക്കൊരു ഈസി കുറുമ, നല്ല ടേസ്റ്റിയാണ്, റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു കുറുമ ഒക്കെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പനീർ കുറുമ ഉണ്ടാക്കാൻ ഞാനിവിടെ 300 ഗ്രാംസ് പനീർ, ഫ്രഷ് പനീറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 വലിയ സവോള, ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം എടുക്കേണ്ടി വരും കേട്ടോ. അതുപോലെ 2 വലിയ തക്കാളി, അത് ടൊമാറ്റോ പ്യൂരയാണ്. തക്കാളി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കേണ്ടി വരും. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് ഏകദേശം ഒരു 15-20 അണ്ടിപ്പരിപ്പ് ഉണ്ടാവും. അത് ഞാൻ ചൂടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യണം, അപ്പോൾ അരയ്ക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ 1 ടേബിൾ സ്പൂൺ, ഒരു 1.5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, പിന്നെ മല്ലിയില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. പിന്നെ നമുക്ക് പൊടികൾ ആവശ്യമുണ്ട്, അത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറയാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ, വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം, അതായത് വെളിച്ചെണ്ണ വേണ്ട, ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് അല്ലേ. അതിലേക്ക് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 വലിയ സവോളയാണ് ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വഴണം കേട്ടോ, അതായത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ. അതുകൊണ്ടാണ് ചെറിയതായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമുക്ക് ഇത് പേസ്റ്റ് പോലെ ആവണം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വഴറ്റിയിട്ട് അരച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം പേസ്റ്റ് ആവുന്ന പോലെ അത്രയും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിവിടെ അരയ്ക്കുന്നില്ല, ടൊമാറ്റോ മാത്രമേ ഞാനിവിടെ അരച്ചിട്ടുള്ളൂ. സവോള ഞാൻ അതുപോലെ വഴറ്റിയെടുക്കാൻ പോവാണ്. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ഇതിൻ്റെ ഈ പച്ചമണം മാറാൻ നമുക്ക് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും കൂടെ നന്നായിട്ട് കിടന്നിട്ട് വഴലട്ടെ. അവിടെ ഉള്ളി വഴലുന്ന നേരം കൊണ്ട് നമുക്കൊരു സംഭവം അരച്ചെടുക്കാനുണ്ട്. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, അതൊരു അരമണിക്കൂർ, ഒരു 20 മിനിറ്റൊക്കെ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്താൽ തന്നെ മതി. അത് ഞാനൊരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ച 1.5 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് കോക്കനട്ട്. ഇത് ഓപ്ഷണലാണ്, ഇതില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളൊരു തിക്നെസ്സും ഒരു പ്രത്യേക ടേസ്റ്റും വരാൻ വേണ്ടിയിട്ടാണ് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നത്. അപ്പോൾ വെറും അണ്ടിപ്പരിപ്പ് മാത്രം ചേർത്താലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ കുറുമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ നാട്ടിലൊക്കെ ആകുമ്പോൾ തേങ്ങ അരച്ചിട്ടാണ് ചെയ്യുക. അതുകൊണ്ട് കുറച്ച് തേങ്ങ എടുത്തു എന്ന് മാത്രം. പക്ഷേ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാണ് വരിക കേട്ടോ. ഇത് ആവശ്യത്തിന് എത്രയാണ് നിങ്ങൾക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കണ്ടോ, ബ്രൗൺ കളറായി, നല്ല പേസ്റ്റ് പോലെ തന്നെ ആയിട്ടുണ്ട്. അതേപോലെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി. ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഇതിൽ കുറച്ചൊരു നേരം വേണ്ടത്, ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത്രയും കിടന്ന് ബുദ്ധിമുട്ടാൻ വയ്യാന്നുണ്ടെങ്കിൽ ഉള്ളി ചെറുതായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലാക്കണം, എന്നിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം. ഗരം മസാല ഞാൻ കുറച്ചാണ് ഇപ്പോൾ ചേർക്കുന്നത്, ബാക്കി നമ്മൾ ലാസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കാരണം നല്ലൊരു കളറും കിട്ടും, എരിവും ഉണ്ടാവില്ല. കാരണം ഇത് സ്പൈസി ആവില്ലല്ലോ അധികം പനീർ കറി. സ്പൈസി പനീർ വേറെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മീഡിയം സ്പൈസാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇടാം, എരിവ് നല്ല ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടാം കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ഒരു 300 ഗ്രാമിൻ്റെ അളവാണ് പറയുന്നത്. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറാൻ കുറച്ചധികം സമയം എടുക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോവാതെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പനീറിൻ്റെ എല്ലാ കറികളും
ശരിക്കും നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന കടലക്കറി നമ്മുടെ നാടൻ ഡിഷുകളെക്കാളും എളുപ്പമാണ് പനീറിൻ്റെ ഡിഷുകൾ. അത് മാത്രമല്ല ബാക്കിയുള്ളതിനേക്കാളും ടേസ്റ്റിയാണ്. പക്ഷെ ആൾക്കാർ അധികം നമ്മുടെ നാട്ടിൽ അത് ഉണ്ടാക്കാൻ മടിക്കും. അതെന്താണെന്ന് വെച്ചാൽ പനീർ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ പനീർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഓൾറെഡി നമ്മൾക്ക് 1 ലിറ്റർ പാലുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ പനീർ ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്ക്. കാരണം പാല് കഴിക്കാത്ത കുട്ടികൾക്ക് അത്രയും നല്ല പ്രോട്ടീനാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം നന്നായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ പ്യൂരിയാണ്. പറഞ്ഞ പോലെ നന്നായിട്ട് അരച്ചിട്ടുള്ള ഫൈൻ പേസ്റ്റ് ആയിട്ടുള്ള 2 വലിയ തക്കാളി നമ്മൾ അരച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ പച്ച ഒരു ചുവ മാറില്ല. അതുകൊണ്ട് നമ്മൾ ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. ഇപ്പോൾ പൊടികളുടെയൊക്കെ ഇപ്പോൾ പച്ചമണം മാറിയിട്ടുണ്ട്. ഇത് തക്കാളി വെള്ളമായ കാരണം ഒരിക്കലും ഇനി അത് പൊടികൾ കരിയില്ല. തക്കാളി ഒന്ന് നന്നായിട്ട് കിടന്നിട്ട് അതിൻ്റെ പ്യൂര് നന്നായിട്ടൊന്ന് വേവണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറും കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ കണ്ടു അതിൻ്റെ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി പച്ചമണം നമുക്കതിങ്ങനെ ആ സ്മെല്ല് ശരിക്കും വരും. അല്ലെങ്കിൽ ഒരു തക്കാളിയുടെ മണം വരും. അത് മാറി ആ ഒരു പച്ച മണം ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് നല്ല വരണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയും അതുപോലെ അണ്ടിപ്പരിപ്പും കൂടെ. കുറച്ച് 2 ടേബിൾ സ്പൂൺ വെള്ളം വേണ്ടി വന്നുള്ളൂ. നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചു. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കൊഴുപ്പും ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഈ കുറുമയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ബാക്കിയെല്ലാം നമ്മൾ പനീർ കറിയൊക്കെ സെയിം ഒരേപോലെ തന്നെ ഉണ്ടാക്കാം. ഇനി ഇതിൽ കുറച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം. കാരണം ഈ പേസ്റ്റ് ഫുള്ളൊന്ന് ജാർന്ന് വരാൻ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വെള്ളം പോലെയുള്ള ഇതല്ല. എപ്പോഴും പനീറിൻ്റെ എപ്പോഴും കുറച്ച് തിക്ക് ഗ്രേവി ആവും. നമ്മുടെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ കുറച്ച് തിക്ക് ഗ്രേവി ആവുമ്പോഴാവും അതിൻ്റെ ടേസ്റ്റ്. ഇതൊന്ന് തിളയ്ക്കണം. ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ ഒരു ചുവ പോകണ്ടേ. അപ്പോൾ ഒന്ന് തിളയ്ക്കണം. പിന്നെ മാത്രമല്ല കുറച്ച് വെള്ളം നമുക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തിക്കാവും ഗ്രേവി. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും വെള്ളം ഉണ്ടാവില്ല. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു കൺസിസ്റ്റൻസിയാണ് എടുക്കുന്നത്. ഉപ്പ് എരിവ് കറക്റ്റ് ആയിരിക്കും. ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്. ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയിട്ട് എരിവ് കുറവാണെങ്കിൽ പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഇനി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ അതിൻ്റെ പച്ചമണം മാറില്ല. അപ്പോൾ ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പനീർ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇത് ഫ്രഷ് പനീറാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പനീറാണ്. അപ്പോൾ ഈ പനീർ ഫ്രഷ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വേവും. പനീർ പൊതുവേ നമുക്കൊരു 2 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ വേവും. ഒരുപാടിട്ട് കയ്യിൽ വെച്ചിട്ട് കുത്തി ഇളക്കരുത്. പനീറൊക്കെ പൊടിഞ്ഞു പോവും. നിങ്ങൾ ഫ്രോസൺ പനീറാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഫ്രഷ് പനീർ ആകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിരിക്കും. കണ്ടോ ഇപ്പോൾ തന്നെ ആ അണ്ടിപ്പരിപ്പിൻ്റെ ഗുണമാണ്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു വെള്ളം പോലെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ പനീറും റെഡി ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. കണ്ടോ പനീർ നന്നായിട്ട് റെഡിയായി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഞാൻ 1/4 ടീസ്പൂണല്ലേ ഗരം മസാല ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ കസൂരി മേത്തി ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. കാരണം നാട്ടിലധികം പേരുടെ കയ്യിലും അത് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ചേർക്കുന്നില്ല. പക്ഷെ അല്ലാതെ തന്നെ ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ഫൈനൽ ടേസ്റ്റ് വരാൻ നമ്മുടെ മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പനീർ കുറുമ റെഡിയായി. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം. ഇത് ഇങ്ങനെ ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി. കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ തന്നെ മതി. ഞാൻ നിങ്ങൾക്കൊന്ന് പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്തെന്ന് മാത്രം. നമ്മുടെ പനീർ കറി അല്ലെങ്കിൽ പനീർ കുറുമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കൂ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. ബൈ.